നിതിൻ നബീൻ ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു കഴിഞ്ഞു. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം. മറ്റു വിശദാംശങ്ങൾ സുരേഷ്, ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഈ തലമുറയ്ക്ക് വേണ്ടി പുതുതലമുറ അധ്യക്ഷൻ എന്നുള്ള പ്രഖ്യാപനം. 46 വയസ്സുകാരനായ നിതിൻ നബീൻ ഈ ഐക്യകണ്ഠേന അദ്ദേഹത്തെ ഇന്നലെ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുകയാണ് ബിജെപി ആസ്ഥാനത്ത്. ദൃശ്യങ്ങളിൽ കാണാം നിതിൻ നബീൻ, അതോടൊപ്പം മുൻ അധ്യക്ഷൻ JP നദ്ദ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതോടൊപ്പം തന്നെ ബിജെപിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കാണാം. രാജ്നാഥ് സിംഗ് ഉണ്ട്. അതോടൊപ്പം ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പരിപാടിയിൽ നമുക്ക് കാണാം. ബിജെപി ആസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ നിതിൻ നബീനെ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന്റെ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബീഹാറിൽ നിന്നുള്ള MLA-യും മന്ത്രിയും കൂടിയാണ് നിതിൻ നബീൻ എന്നുള്ളതാണ്. അദ്ദേഹം ബീഹാറിൽ 5 വട്ടം അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട MLA കൂടിയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഴിവ് എന്ന് പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചാലും അത് ഗംഭീരമായി, അത് ബിജെപിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായ കഴിവ് അദ്ദേഹത്തിനുണ്ട്. ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് സമാനമായ രീതിയിലുള്ളതായിരുന്നു. ഭൂപേഷ് ബഘൽ എന്ന കോൺഗ്രസിന്റെ അധികാരനെ മലർത്തിയടിച്ച് ബിജെപി അവിടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച വ്യക്തി നിതിൻ നബീൻ ആയിരുന്നു. 46 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം. അദ്ദേഹത്തിന്റെ പിതാവ് ബിജെപിയുടെ സമുന്നതനായ നേതാവായിരുന്നു. ബീഹാറിൽ നിന്നുള്ള നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട നിതിൻ നബീൻ രംഗത്തെത്തുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാൻഡ് പിക്ക് ചെയ്ത വ്യക്തി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് നിതിൻ നബീന്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ പാർട്ടിയോടുള്ള കൂറ്, കമ്മിറ്റ്മെന്റ് ഉൾപ്പെടെയുള്ളവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ നേരിട്ട് വ്യക്തമായ കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിതിൻ നബീനെ ശുപാർശ ചെയ്തതും നിതിൻ നബീന്റെ പേര് ഉയർന്നു വന്നതും. ആദ്യം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി പാർട്ടി സംവിധാനങ്ങളൊക്കെ തന്നെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പഠിക്കാനുള്ള അവസരം നൽകി. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഐക്യകണ്ഠേന ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബിജെപി ദേശീയ ആസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരെ കാണാൻ സാധിക്കും. അനുരാഗ് സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവർ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. JP നദ്ദ ഉണ്ട്. പ്രധാനമന്ത്രിയുടെ ഇടതും വലതുമായി പഴയ ഇന്ന് സ്ഥാനം ഒഴിയാൻ പോകുന്ന JP നദ്ദയും അതോടൊപ്പം പുതുതായി ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന നിതിൻ നബീനെയും നമുക്ക് കാണാം. ഒന്ന് ആലോചിച്ച് നോക്കണം സുരേഷ്, എത്ര മനോഹരമായ രീതിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ, ഒരു മുറുമുറുപ്പ് പോലും ഇല്ലാതെയുള്ള തലമുറ മാറ്റം. ഇത് ഏതെങ്കിലും തരത്തിൽ പദവി മാറ്റമല്ല ഉണ്ടാകുന്നത്, ഇതൊരു തലമുറ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയധികം പ്രായം കുറഞ്ഞ ഒരു ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് ബിജെപി പോലൊരു ദേശീയ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തി നിതിൻ നബീൻ ആയിരിക്കും. നിതിൻ ഗഡ്കരിയെ കാണാം, അതോടൊപ്പം രാജ്നാഥ് സിംഗിനെ കാണാം. മുൻ അധ്യക്ഷന്മാരാണ് ഇവരെല്ലാവരും തന്നെ. നേരത്തെ ഈ നിതിൻ ഗഡ്കരിയും നിതിൻ നബീനെയും നമുക്ക് സമാനമായ രീതിയിൽ ഉപമിക്കാൻ സാധിക്കും. കാരണം മുൻപ് ബിജെപി തെരഞ്ഞെടുപ്പിൽ തോറ്റു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ വന്നതും ഒരു നിതിനായിരുന്നു. അത് നിതിൻ ഗഡ്കരിയാണ്. തൊട്ടു പിന്നാലെ ബിജെപി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളാഴ്ത്തി ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഭരിക്കുന്ന, ഈ രാജ്യം തന്നെ ഭരിക്കുന്ന സമയത്ത് ബിജെപി സുരക്ഷിതമായ പാർട്ടിയുടെ കടിഞ്ഞാൺ ഏൽപ്പിക്കാൻ പോകുന്നതും മറ്റൊരു നിതിനെയാണ്. അത് ബീഹാറിൽ നിന്നുള്ള നേതാവ് നിതിൻ നബീനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ിൽ കാണുന്നത് ലക്ഷ്മൺ, അദ്ദേഹമായിരുന്നു വരണാധികാരി. അദ്ദേഹം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഇതിന്റെ പ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറ മാറ്റം. ഗംഭീരമായ ചടങ്ങിൽ അല്പസമയത്തിനകം തന്നെ നിതിൻ നബീൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു പുതിയ യുഗത്തിലേക്ക് കൂടി ബിജെപി കടക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? സുരേഷ്, നിതിൻ നബീന്റെ ചുമതല ഏറ്റെടുക്കൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു അധ്യക്ഷൻ മാറി പുതിയൊരു അധ്യക്ഷൻ വരുന്നു എന്നുള്ളതല്ല. കാരണം അത് ഒരു തലമുറ മാറ്റം തന്നെയാണ്. കാരണം
നിതിൻ നബീൻ 46 വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ 46 വയസ്സ് എന്നത് ചെറുപ്പമാണ്. കരിയർ തുടങ്ങുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. അത് ദേശീയ തലത്തിലെ കാര്യമാണ് പറയുന്നത്. ദേശീയ തലത്തിൽ ഒരാൾ തന്റെ ഇരുത്തം വന്ന കരിയർ രാഷ്ട്രീയത്തിൽ തുടങ്ങുന്നത് ഒരു 40കളിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ് നിതിൻ നബീൻ. 46 വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് BJP എന്ന പ്രസ്ഥാനത്തിന്റെ, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൺ നൽകുകയാണ്. അതിൽ പ്രധാനമന്ത്രി നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖകരമായ കാര്യം എന്താണെന്നല്ല, അത് ആദ്യം പറയാം. കാരണം അദ്ദേഹത്തിന് മുകളിൽ ഈ പാർട്ടിയെ നയിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എക്സ്പീരിയൻസ്ഡ് ആയ ധാരാളം നേതാക്കളുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത് അമിത്ഷായുണ്ട് അദ്ദേഹത്തിന് മുകളിൽ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഒപ്പം തൊട്ട് താഴേക്ക് വന്നാൽ രാജ്നാഥ് സിംഗ് ഉണ്ട്, നിതിൻ ഗഡ്കരിയുണ്ട്, നിരവധിയായ ആളുകൾ. അദ്ദേഹത്തിന് JP നദ്ദയുണ്ട്. അദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്യാനും മാർഗനിർദ്ദേശം നൽകാനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നയിക്കാനും ഒക്കെ തന്നെ ഈ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ അദ്ദേഹത്തിന് പിന്നിൽ അടിയുറച്ചു നിൽപ്പുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹം പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ബുദ്ധിമുട്ടേറിയ സമയത്തോ അല്ല അദ്ദേഹം പ്രസിഡന്റായി എത്താൻ പോകുന്നത്. പാർട്ടിയുടെ എക്കാലത്തെയും മികച്ച സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിതിൻ നബീൻ ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത്. അദ്ദേഹം നോക്കൂ, ഏതാണ്ട് ഒരു 20 സംസ്ഥാനങ്ങൾക്കടുത്ത് 18 സംസ്ഥാനങ്ങളോളം BJP ഇപ്പോൾ ഭരിക്കുന്നു, കേന്ദ്രം ഭരിക്കുന്നു, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ BJP ഭരണം നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിതിൻ നബീൻ എത്തുന്നത്. അതായത് സുഗമമായി തലമുറ മാറ്റം നടത്താൻ ഇതിലും മികച്ച സമയമില്ല. ഒരു പരീക്ഷണം എങ്കിൽ പരീക്ഷണം എന്ന രീതിയിൽ നടത്താൻ ഇതിലും മികച്ച സമയമില്ല എന്ന് BJP തിരിച്ചറിഞ്ഞത് ഈ ഘട്ടത്തിൽ ആണ്. അങ്ങനെയാണ് പുതിയ ആൾ എത്തുന്നത്. പക്ഷേ ഇനി അദ്ദേഹത്തിന് വെല്ലുവിളികളുമുണ്ട്. വെല്ലുവിളികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അദ്ദേഹം അധ്യക്ഷനായതിനു ശേഷം 1-2 മാസങ്ങൾക്കുള്ളിൽ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വരും. കേരളം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ഫൈറ്റ് ഇടുന്ന ഒരു സ്ഥലമാണ്. മുൻകാലങ്ങളിലെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ BJPക്ക് കാര്യമായ നേട്ടങ്ങൾ എടുത്തു പറയാനില്ലാത്ത സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ മാത്രമാണ് BJPക്ക് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. അവിടെ ഇൻറോഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് പുതിയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. 2, തമിഴ്നാട്, അതും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നാക്കം നിൽക്കുന്ന, ഇടയ്ക്ക് സഖ്യം ചേർന്ന് വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ സ്റ്റാലിൻ എന്ന ഹിന്ദു വിരുദ്ധ അതോടൊപ്പം വിഘടനവാദ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളത് BJPയുടെ എക്കാലത്തെയും ഒരേ ഒരു ലക്ഷ്യമാണ്. അതിന് മുഴുവൻ സഖ്യകക്ഷികളെയും ഒരുമിച്ച് ചേർത്ത് BJP മുന്നോട്ട് പോകുമ്പോൾ അവരെ കൂടി നയിക്കാൻ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട വ്യക്തി BJPയുടെ ദേശീയ അധ്യക്ഷനാണ് നിതിൻ നബീൻ. അദ്ദേഹം തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനത്തിൽ നിന്ന് തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കെ സന്ദർശനം നടത്തി പൊങ്കലിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് BJP എത്രത്തോളം തമിഴ്നാടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ബംഗാളാണ്. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ തന്നെ സുരക്ഷിതത്വത്തിനും ഈ രാജ്യത്തിന്റെ തന്നെ ഭദ്രതയ്ക്കും വലിയ തടസ്സമാകുന്ന, വലിയ തോതിൽ ഭീഷണിയാകുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറുകയാണ്. അത് ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സിനെ കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ബംഗാൾ പോകുന്നത്. BJP മുൻപൊക്കെ തന്നെ അവിടെ കടുത്ത മത്സരം കാഴ്ചവെക്കുകയും അധികാരത്തിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ വെക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ കനത്ത പോര് BJPക്ക് അവിടെ ഇടേണ്ടി വന്നിട്ടും അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇക്കുറിയും BJP വലിയ പ്രതീക്ഷയോടെയാണ് ബംഗാളിനെ നേരിടാൻ പോകുന്നത്. ഏതാണ്ട് 162 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് സുഖകരമായി മത്സരിക്കാനുള്ള സാഹചര്യമുള്ളത്. ബാക്കി എല്ലായിടത്തും ഈ ഡെമോഗ്രഫിയിലെ ചേഞ്ച് BJPക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ബംഗാൾ പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതും നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം കടുപ്പമേറിയ കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ആകെ ഒരു ആശ്വാസം നൽകുന്ന സ്ഥലം അത് അസം മാത്രമായിരിക്കും. കാരണം BJPയാണ് ഭരിക്കുന്നത്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJPയുടെ സമുന്നതനായ നേതാവ് അവിടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അസമിൽ BJP നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദിക്ക് അസമിലുള്ള സ്വീകാര്യത, ഇതെല്ലാം BJPക്ക് ഒരുപക്ഷെ അവിടെ തെരഞ്ഞെടുപ്പ് വിജയം നേടി നൽകിയേക്കും. പക്ഷേ 3 സംസ്ഥാനങ്ങൾ BJPയെ അങ്ങനെ ഇതുവരെയും BJPക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റാത്ത, BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്ത 3 സംസ്ഥാനങ്ങൾ നിതിൻ നബീനെ കാത്തിരിപ്പുണ്ട്. അധ്യക്ഷനായ ശേഷം 1-2 മാസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് ഒരു ഹണിമൂൺ പീരീഡ് പോലും പുതിയ അധ്യക്ഷന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും സ്വാഭാവികമായും BJPയുടെ ഒരു തീരുമാനം, ഒരു നയമനുസരിച്ച് അത് അധ്യക്ഷൻ സംബന്ധിച്ചിടത്തോളം അത് ആദ്യം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അധ്യക്ഷൻ തന്നെയാണ്. നിതിൻ നബീനെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്തം അക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതാ ഇപ്പോൾ നിതിൻ നബീനെ BJP ദേശീയ അധ്യക്ഷനായി നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടക്കുകയാണ്.